ഇന്ന് ഫാമിലി ഡോക്ടർ നമ്മൾ സംസാരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസും അതുപോലെ പ്രതിരോധവും ആ വിഷയമാണ്. ഹെപ്പറ്റൈറ്റിസൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അസുഖങ്ങൾ തന്നെയാണ്. കൊച്ചി വി പി എച്ച് ലേക്ക് ഷോർ ആശുപത്രിയിലെ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ റോയി ജെ മുഖടയാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. വെൽക്കം ഫാമിലി ഡോക്ടർ, താങ്കളുടെ ഊഴം. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS Lakeshore. നമ്മൾ സാധാരണ കാണുന്ന മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നതാണ്. അതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഇ നമ്മുടെ നാട്ടിൽ അധികമില്ല. പക്ഷേ പിള്ളേർ പുറത്ത് പഠിക്കാൻ പോകും, നോർത്തിലേക്ക് പോകുന്നത് സാധാരണ അവിടെ നിന്നാണ് ഇത് ഹെപ്പറ്റൈറ്റിസ് ഇ കാണുന്നത്. ദീസ് രണ്ട് ഹെപ്പറ്റൈറ്റിസിനും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ദേ ജസ്റ്റ് റിക്വയർ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാകാനുള്ള ചാൻസുകൾ കുറവാണ്. പക്ഷേ ഇത് വരാത്തവർ, ഇപ്പം നമ്മുടെ നാട്ടിലെ പ്രശ്നം നമ്മുടെ സാനിറ്ററി ഇത് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഇതിന് ആൻറ്റിബോഡീസ് കുറവാണ്. നമ്മുടെ സ്റ്റഡീസൊക്കെ അതാ കാണിക്കുന്നത്. കേരളത്തിൽ ആൻറ്റിബോഡീസ് കുറവാണ്. അപ്പോൾ ഈ കുട്ടികൾ കേരളത്തിന് വെളിയിൽ പഠിക്കാൻ പോകുമ്പോൾ ദേ വിൽ ഗെറ്റ് ദിസ്. സോ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കുറേ ദിവസത്തെ ക്ലാസ് പോകുന്ന ഇതാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വളരെ സിവിയറായിട്ട് വരും. ആൻഡ് സം പീപ്പിൾ ഈവൻ ഗോ ഫോർ ലിവർ ഫെയിലിയർ. ദറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിവിയറിറ്റി ഓഫ് ദ ഡിസീസ്. അപ്പോൾ അങ്ങനെയുള്ളവരെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇതിന് വാക്സിനേഷൻ ഉണ്ട്. ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റബിൾ. ഹെപ്പറ്റൈറ്റിസ് എയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ ഈസ് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റബിൾ ബൈ ടേക്കിംഗ് വാക്സിനേഷൻ. സോ പുറത്തോട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാർ വാക്സിനേഷൻ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ രണ്ട് വൈറസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ഇക്ക് വാക്സിൻ ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഓൺ ഓൾമോസ്റ്റ് ഇപ്പോൾ താമസിയാതെ തന്നെ വരുമെന്നാണ് അറിയുന്നത്. അതൊന്ന്. പിന്നുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, വിച്ച് ഈസ് 100% പ്രിവെൻറ്റബിൾ. വി ഹാവ് വെരി ഗുഡ് വാക്സിൻസ് എടുക്കണം. അത് നമുക്ക് ബോഡിയിൽ ചെക്ക് ചെയ്താൽ അറിയാൻ വെദർ വി ഹാവ് ആൻറ്റിബോഡീസ്. ബ്ലഡ് ഇത് രണ്ടിനും പറ്റും. ആൻറ്റിബോഡീസ് ഉണ്ടോ എന്ന് ബ്ലഡ് ചെക്ക് ചെയ്താൽ. ആൻറ്റിബോഡീസ് ഇല്ലെങ്കിൽ വാക്സിനേറ്റ് ചെയ്യണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് ഏജ് ആണെങ്കിലും വി ഹാവ് ടു ഗെറ്റ് വാക്സിനേറ്റഡ്. അതാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് സി ആണ് വേറൊരു മാരകമായ അസുഖം. അത് വന്നു കഴിഞ്ഞാൽ നമുക്കതിന് പ്രിവെൻറ്റബിൾ ആസ്പെക്റ്റ് ഒന്നുമില്ല. അത് ബ്ലഡിൽ കൂടെയും നീഡിൽ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ അതിന് എക്സലൻറ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. 3 മാസത്തെ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് സി നമ്മുടെ ആക്റ്റീവായിട്ടുള്ള RNA വൈറസ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകും. പക്ഷേ anti-HCV വിൽ ബി പോസിറ്റീവ്, ബട്ട് ദി HCV RNA വിൽ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ വിത്ത് ട്രീറ്റ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. സോ വി ഹാവ് ലോട്ട്സ് ഓഫ് advancements in the treatment of hepatitis nowadays. Family Doctor supported by VPS Lakeshore. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.